അൺഫോർച്ചുനേറ്റ്ലി ആ ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന ആ ഒരു വണ്ടിയിൽ ആ ഒരു എക്സാക്റ്റ് ആർഷനിൽ UST4 എന്നുള്ള സാധനം ഇല്ല കേട്ടോ. വെൽക്കം ബാക്ക് ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മുടെ RS20 അതായത് വരാൻ പോകുന്ന നമ്മുടെ 2025 RS20 ഒരു എക്സ്പെക്ടേഷൻ റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ശരിക്കും ഏതെങ്കിലും ഒരു RS20 കൈ കിട്ടിയിട്ട് RS20 ഫ്രണ്ടിൽ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി 1-2 ദിവസം കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ RS20 ആരെങ്കിലും കയ്യിലുണ്ടോ എന്ന്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് RS20 ആരെ കയ്യിൽ നിന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം പലയിടത്തും ചോദിച്ചിരുന്നു, പലരും കുറച്ച് പേഴ്സണലായിട്ടുള്ള ആവശ്യം കാരണം നമുക്ക് വണ്ടി സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അപ്പോൾ RS കാണിക്കണമെന്ന് ശരിക്കും ഉണ്ടായിരുന്നു. അതാകുമ്പോൾ ഓരോന്ന് തൊട്ട് അവിടെ ഇങ്ങനെ പാർട്സ് വരും, അവിടെ ഇങ്ങനെ ചേഞ്ചസ് വരുമെന്ന് കാണിക്കില്ല. അപ്പോൾ RS കിട്ടാത്തതുകൊണ്ട് നമ്മുടെ സ്വന്തം NS തന്നെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ടും ഹാർട്ടൊക്കെ സെയിം ആണല്ലോ, രണ്ടും സെയിം എഞ്ചിനൊക്കെയാണ്. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ 2025 RS20 വരാൻ പോകുന്നത് നമ്മുടെ മൈ പൾസർ ഒഫീഷ്യലിൻ്റെ ആ ഒരു സൈറ്റിലും കാര്യങ്ങളൊക്കെ അവർ അതിന് ടീസറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പവർ ഡ്രിഫ്റ്റ് നമ്മുടെ റഷ് ലൈനൊക്കെ പോലത്തെ കുറച്ച് ഓട്ടോമോട്ടീവ്സ് പേജസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ച് ലീക്ഡ് ആയിട്ടുള്ള ഫോട്ടോസും ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന കുറച്ച് റീൽസും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സംഭവം എന്ന് ചോദിച്ചാൽ RS20 വരാൻ പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് വണ്ടിയൊക്കെ അവർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ NS കംപ്ലീറ്റ് ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീറ്ററൊക്കെ ചേഞ്ച് ചെയ്ത് UST4 വന്ന് ഫുൾ LED ഇൻഡിക്കേറ്റേഴ്സും അങ്ങനെയുള്ള ഒരു നമ്മൾ വരാൻ ആഗ്രഹിച്ച കുറച്ച് ചേഞ്ചസൊക്കെ NS അവർ കുറച്ച് ആൾ മുന്നേ തന്നെ കൊടുത്തിരുന്നു കേട്ടോ. LED ഫുൾ ഹെഡ്ലൈറ്റ് തന്നെ ഫുൾ LED സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തതാണ്. ചെറിയ വണ്ടിയൊക്കെ പോലും അതായത് ഒരു 125cc N160 N250 അങ്ങനെയൊക്കെ അപ്ഡേറ്റ് വന്നിട്ടും നമ്മുടെ RS20 മാത്രം ഒരുപാട് നാളുകൊണ്ട് അവരിങ്ങനെ തഴഞ്ഞിട്ടേക്കുമായിരുന്നു. അപ്പോൾ ആ ഒരുപാട് നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം ഇപ്പോൾ 2025 RS20 വരാൻ പോകുന്നു അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ഇൻസ്റ്റയിൽ അവർ പേജ് നോക്കിയപ്പോഴത്തേക്കും ഒരു 10ാം തീയതിക്കകത്ത് തന്നെ അവർ ലോഞ്ച് ഡേറ്റ് പറയുന്നുണ്ട് കേട്ടോ, RSൻ്റെ ലോഞ്ച് ഡേറ്റ്. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പൈ ഷോട്ടും പിന്നെ ആ ഒരു വണ്ടി ടെസ്റ്റ് റൈഡ് 2025 RS20 ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന കുറച്ച് റീൽസ് ഇൻസ്റ്റയിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് സ്പൈ ഷോട്ടും കാര്യങ്ങളൊക്കെ. അൺഫോർച്ചുനേറ്റ്ലി ആ ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന ആ ഒരു വണ്ടിയിൽ ആ ഒരു എക്സാക്റ്റ് RS20 UST4 എന്നുള്ള സാധനം ഇല്ല കേട്ടോ. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്, അത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ എന്തിനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. കളറായിരിക്കും അവർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, വേറെ എന്താ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ടൈൽ സെക്ഷൻ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ടൈൽ സെക്ഷനിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു പുതിയ ഡിസൈനാണ് വരുന്നതെന്നാണ് 90% കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഞാൻ വിചാരിച്ചത് നമ്മുടെ NS വന്ന ആ ഒരു സെയിം UST4 ഉണ്ടല്ലോ, ആ ഒരു കുട്ടി UST4 RSലും വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം 43mm UST4 ഡോമിനലുടെ കണ്ടപ്പോൾ അത്രയും വലിയ UST4 എന്തായാലും വരത്തില്ല. കാരണം അത്രയും ഫെയറിംഗ് ഉള്ള വണ്ടിയും കൂടെ ആയതുകൊണ്ട് ഇത്രയും വലിയൊരു UST4 ഒന്നും എടുത്ത് RSൽ വയ്ക്കത്തില്ല കേട്ടോ. അപ്പോൾ NS കണ്ട ആ ഒരു സെയിം ടെലിസ്കോപ്പിക്കിൻ്റെ ആ ഒരു സൈസുള്ള നമ്മുടെ UST4 വരുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന ആ വീഡിയോയിൽ UST4 ഇല്ല ഗൈസ്. പിന്നെ അവർ എന്താണ് ഈ അപ്ഡേറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ശരിക്കും വിഷമമുണ്ട്. RS ഫാൻസിൻ്റെ കാര്യം ആലോചിച്ച്, അല്ലെങ്കിൽ RSിങ്ങനെ പ്രതീക്ഷ RSനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടല്ലോ. എനിക്ക് ഇഷ്ടമാണ്, പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് RS20 എന്ന് പറയുന്നത്. പക്ഷേ അതിൽ UST4 ഇല്ല ഗൈസ്. UST4 ഇല്ല. നമ്മുടെ ഈ ഫ്രണ്ട് മഡ്ഗാർഡിൽ യാതൊരു ചേഞ്ചസും ഇല്ല. ആ ഒരു ഡിസ്കിൻ്റെ ആ ഒരു സൈസും ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സിമിലറാണ്. അപ്പോൾ എന്താണ് അവരിനി ചേഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ മീറ്റർ എന്തായാലും ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള മീറ്റർ RSലും വരും. ബാക്കിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു 80% ഷുവറാണ് നമ്മുടെ ഈ ഒരു ഹഗ്ഗർ ഉണ്ടല്ലോ, ഈ ഒരു സെയിം ഹഗ്ഗർ തന്നെയാണ് RS20 വരുന്നത്. പക്ഷേ നമ്മുടെ പുതിയ RSൽ വരാൻ പോകുന്നതെന്ന് അവർ അവകാശപ്പെടുന്ന ആ RS20 നമ്മുടെ NS400Z ഉണ്ടല്ലോ, NS400Z വരുന്ന ആ ഒരു സെയിം ടയർ ഹഗ്ഗറാണ് വരുന്നത്. കാരണം ഈ ഒരു കുറച്ചുകൂടെ ഒന്ന് ഫ്ലാറ്റാണ്, കുറച്ചുകൂടെ പുതിയ ഡിസൈനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ NS400 കണ്ട സെയിം ടയർ ഹഗ്ഗറായിരിക്കും ഇനി RS20 2025 ആ ഒരു മോഡൽ വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ എവിടെയാണ് ചേഞ്ചസ് എന്ന് ചോദിച്ചാൽ വേറെ ചേഞ്ചസ് ഒന്നും എനിക്ക് വണ്ടിയിൽ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഹെഡ്ലൈറ്റിലോ വണ്ടിയുടെ ഫയറിങ്ങിലോ ആ ഒരു സൈഡ് ലുക്കിലോ ഒന്നും മാറ്റമൊന്നുമില്ല. അവർ തന്നെ അത് ഇത്രയും പോർഷൻ നമ്മൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇത്ര ഭാഗം അവരൊന്ന് ടീസ് ചെയ്തിട്ടുണ്ട്, ചെറിയ ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ സൈഡ് ഫയറിങ്ങിലോ കാര്യങ്ങളോ അവർ യാതൊരു വ്യത്യാസമോ കാര്യങ്ങളും വരുത്തിയിട്ടില്ല. പിന്നെ എനിക്ക് ഒരു ഡൗട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വരാൻ ചാൻസ് ഉള്ള നമ്മുടെ അലോയിയാണ്. അലോയി കുറച്ചുകൂടെ ലൈറ്റർ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ N160 F250 അതിലൊക്കെ വന്ന കുറച്ചുകൂടെ ലൈറ്ററായിട്ടുള്ള അലോയി ഉണ്ടല്ലോ, അതായത് ഏറ്റവും പുതിയതായിരിക്കും നമ്മുടെ NS1 വന്ന കുറച്ചുകൂടെ ലൈറ്ററായിട്ടുള്ള അലോയി ഉണ്ടല്ലോ, ആ ഒരു സെയിം അലോയി തന്നെ ആയിരിക്കും നമ്മുടെ RSലും അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു 1.5 kg ഒക്കെ ലൈറ്ററാണ്, സെയിം ഡിസൈൻ ആണെങ്കിൽ പോലും കുറച്ചുകൂടെയൊക്കെ ഒന്ന് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെയൊക്കെ മൈലേജ് കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പിന്നെ ആ ഒരു ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന ആ ഒരു ലീക്കായിട്ടുള്ള വീഡിയോ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് RSൽ അപ്ഡേറ്റ് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനും പ്രതീക്ഷിച്ചിരുന്നു ആസ് എ ബൈക്ക് ലവർ, ഞാനും RS ഒരുപാട് അപ്ഡേറ്റ് ആവണം, കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്പെക്കും ഫീച്ചേഴ്സൊക്കെ വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു RSൽ വരുന്ന കുറച്ച് സ്പെക്കൊക്കെ ഒരു തള്ളാണ്, കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ക്വിക്ക് ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന്. ഒരിക്കലും വരത്തില്ല, ക്വിക്ക് ഷിഫ്റ്ററൊന്നും എന്തായാലും അവർ കൊടുക്കാൻ പോകുന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത് UST4 കാര്യത്തിൽ UST4 ഇല്ല. ആ ഒരു UST4
വരില്ല എന്ന് തന്നെ ഞാൻ പറയുകയാണ്. പിന്നെ അതിൽ പറഞ്ഞ ഒന്ന് കമൻറ്റുകൾ ഞാൻ വായിച്ചപ്പോൾ കുറച്ച് പേര് പറഞ്ഞതാണ് ചിലപ്പോൾ 2 വേരിയൻ്റ് ഉണ്ടാവും. ലോവർ വേരിയൻറ്റിനായിരിക്കും UST4 ഇല്ലാത്തത്, ടോപ്പ് വേരിയൻ്റ് എന്തായാലും UST4 ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതോടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് അവർ ബജാജിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള മോഡലാണ് നമ്മൾ ഡോമിനർ 400 എന്ന് പറയുന്നത്. ആ ഡോമിനർ 400 പോലും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് എന്താ ഡ്യുവൽ ചാനൽ ABS, ഫ്രണ്ടിൽ മാത്രം ABS, ബാക്കിൽ മാത്രം ABS എന്നൊക്കെയാണ് മുമ്പ് അവർ നമുക്ക് ഓപ്ഷനിലായിട്ട് തന്നുകൊണ്ടിരുന്നത്. ഡോമിനർ 400 പോലും നമുക്കൊരു ഒരു ലോവർ വേരിയൻ്റ് അല്ലെങ്കിൽ ടോപ്പ് വേരിയൻ്റ് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷനൊന്നും കസ്റ്റമറിന് ഇതുവരെ കൊടുക്കാത്തൊരു ബ്രാൻഡാണ് നമ്മുടെ ബജാജ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ലോവർ വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റും വരും. ടോപ്പ് വേരിയൻറ്റിലാണ് UST4 വരുന്നത്, അല്ലെങ്കിൽ ലോവർ വേരിയൻറ്റിലായിരിക്കും UST4 ഇല്ലാത്തത്. എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല. ഒരു വണ്ടി ഇറക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയിൽ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടാവും, ഉള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അതിൽ കുറച്ചും അല്ലെങ്കിൽ അതിൽ താഴ്ത്തി ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് വണ്ടിക്ക് ക്യാരറ്റുള്ള ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആ ഒരു സെയിം ഹെഡ്ലൈറ്റ് ഡിസൈൻ തന്നെ ആയിരിക്കും, ആ ഒരു സെയിം ഫെയറിങ് തന്നെ ആയിരിക്കും. പിന്നെ ഉണ്ടാകുന്ന ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മീറ്റർ ചേഞ്ച് എന്തായാലും ഉണ്ടാവും. ഫുള്ളി ഡിജിറ്റായിട്ടുള്ള മീറ്റർ ആയിരിക്കും വരുന്നത്. നമുക്ക് NS കിട്ടിയ പോലത്തെ സെയിം മീറ്റർ ആയിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ടാവും. NS വന്ന പോലത്തെ അത്യാവശ്യം ഒരു 4 കളറെങ്കിലും എന്തായാലും പുതിയ RS കളർ ഓപ്ഷൻസ് ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മുടെ വണ്ടി ഇറങ്ങിയ സമയത്ത്, നമ്മൾ RS ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് പേര് ഹേറ്റ് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ RSൻ്റെ ടെയിലാണ്. അതൊരു 80% ആൾക്കാർക്കും അത് എത്ര ഇഷ്ടമല്ലാത്തൊരു ടെയിൽ സെക്ഷനായിരുന്നു. കുറച്ച് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വണ്ടിക്ക് ഒരു മിസ്മാച്ചിങ് ആയിട്ടുള്ളൊരു ടെയിൽ സെക്ഷനാണ് നമ്മുടെ RSൻ്റെ ഒരു ടെയിൽ ലൈറ്റും ആ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡറൊക്കെ വരുന്നത് ഇങ്ങനത്തെ ഒരു ടെയിൽ സെക്ഷൻ കേട്ടോ. അപ്പോൾ അതവർ മാറ്റും എന്നാണ് വിശ്വാസം. 90% അതിന് എന്തായാലും ചേഞ്ച് ചെയ്യണം, ടെയിൽ എന്തായാലും മാറ്റും. പിന്നെ നമ്മുടെ വീൽ ബേസ് കുറച്ച് കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു 140 സെക്ഷനെങ്കിലും നമുക്ക് സ്റ്റോക്കായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് 130 ആണ്. അപ്പോൾ ഒരു 140 അവിടെ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ടെസ്റ്റഡ് ചെയ്യുന്ന ഒരു സ്പൈ ഷോട്ട് ഉണ്ടല്ലോ, അതിൽ ബാക്കിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒന്ന് വൈഡർ ടയറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ട സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റോക്കായിട്ട് തന്നെ നമുക്കൊരു 140 സെക്ഷൻ ടയർ കിട്ടും എന്നാണ് വിശ്വാസം. ഫ്രണ്ടിൽ 110 കിട്ടുമെന്ന് അറിയാൻ വയ്യ. അവർ N250 മാത്രമാണ് ഒരു 110 സെക്ഷൻ ഫ്രണ്ടും 140 സെക്ഷൻ ബാക്കൊക്കെ കൊടുത്താട്ടോ. അപ്പോൾ ആ ഒരു 110 സെക്ഷൻ ഫ്രണ്ടൊക്കെ കിട്ടുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും കുറച്ച് വീൽ ബേസ് കൂട്ടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇത്ര കേട്ടോ. വേറെ കാര്യമായിട്ടുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ ടെക്നിക്കൽ സൈഡും അങ്ങനെ ഒരു എഞ്ചിൻ സൈഡ് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എഞ്ചിൻ സൈഡൊന്നും പവറിലോ അല്ലെങ്കിൽ സ്പെക്കിലോ ഒന്നും ഒരുപാട് ചേഞ്ചസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം ബജാജ് അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വെറുതെ NS 400 ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഒരു 400cc ബൈക്കല്ല, അപ്പോൾ ഡോമിനർ പോലെയൊക്കെ ഒരു അത്രയും ബൾക്കായിട്ടുള്ളൊരു വണ്ടി ആയിരിക്കും എന്നിങ്ങനെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷേ വണ്ടി റിലീസായതിന് ശേഷം കണ്ടില്ലേ, നമ്മളെ പ്രതീക്ഷകളൊക്കെ ചുമ്മാ എടുത്ത് തകർത്ത് തരിപ്പണമാക്കിയിട്ട് നമുക്ക് കിട്ടിയത് NSന് ഒന്നൊന്ന് സ്റ്റീറോയിഡൊക്കെ കൊടുത്ത് സൈഡിലേക്കോ കിറ്റൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ആക്കിയൊരു ഇറക്കിയ വണ്ടി മാത്രമാണ്. നമുക്ക് ഡോമിനറിൽ കണ്ട ആ ഒരു സെയിം 40 bhp ഉണ്ടാക്കുന്ന എഞ്ചിൻ മാത്രം എടുത്ത് വെച്ചിട്ട് NSൻ്റെ സ്ട്രക്ചറിൽ വെച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ബജാജാണ്. അപ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മണ്ടന്മാരാകും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷിക്കാൻ നിൽക്കേണ്ട. അവർ ലിമിറ്റ് വിട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ സൈഡൊക്കെ നമ്മുടെ 24.5 PS ഒക്കെ തന്നെ ആയിരിക്കും. 24 bhp ആണ് മാക്സിമം പവറെന്ന് തോന്നുന്നു. ആ സൈഡിൽ വ്യത്യാസമൊന്നുമില്ല. സ്ലിപ്പർ ക്ലച്ച് ഓൾറെഡി ഉണ്ട്. പിന്നെ ഡ്യുവൽ ചാനൽ ABS ഒക്കെ ഉണ്ടായിരുന്നു, ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്. പിന്നെന്താ പറയുക, വേറെ ഒന്നും വരാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെയാണെങ്കിൽ നിങ്ങളടുത്ത് പറയാനുള്ളത്. അപ്പോൾ വേറെ ഇല്ല, ക്വിക്ക് ഷിഫ്റ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ NSലൊന്നും വേറെ നമ്മളെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരും, USB പോർട്ട് വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച് ഫ്രം ബജാജ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരുപാട് പ്രതീക്ഷിക്കരുത് ബജാജ് അത് ബ്രാൻഡ് ചെയ്ത്. എനിക്കത് ശരിക്കും പറഞ്ഞ് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു വണ്ടി ഉണ്ടല്ലേ, NS എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമാണ് കാണാൻ. നമുക്ക് ഒരുപാട് അപ്ഡേറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയൊരു സ്ട്രക്ചറാണ് അവർ ഒരു 10 വർഷം മുന്നേ തന്നെ ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഒരു ടാങ്കിൻ്റെ ഡിസൈൻ ആയാലും ടെയിൽ സെക്ഷൻ ആയാലും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിസൈനിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ അവർ ചെയ്യത്തില്ല. RSൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഫ്രണ്ടിൽ നിന്നൊക്കെ ഉള്ള ലുക്ക് ഭയങ്കര രസമാണ് കാണാൻ. ആ ഒരു 2 പ്രൊജക്ടറായിട്ടുള്ള ആ ഒരു ഹെഡ് ലാമ്പ് കാര്യങ്ങൾ, അതിൻ്റെ ഫെയറിങ് ആയാലും. പക്ഷേ അവർ കൊന്നു കളഞ്ഞാലും ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഒരു നീഡ് അനുസരിച്ചുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഒരിക്കലും അവർ കൊണ്ടുവരാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ്, RSൽ എന്തൊക്കെ അപ്ഡേറ്റ് വരും എന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് RS ഇഷ്ടമാണോ, എന്തൊക്കെ അപ്ഡേറ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് വേറെ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് വണ്ടി വരുമ്പോൾ നോക്കാം വണ്ടി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.